ബെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പാസ്റ്റർ പൊസിഷനൊക്കെ കൂടുതലും ഈ വരേണ്യ വിഭാഗത്തിലുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ അധികാര ഇടങ്ങളിൽ നിന്ന് ലോവർ കാസ്റ്റിൽ നിന്ന് വന്ന താഴ്ന്ന ജാതിയിൽ നിന്ന് വന്ന ആളുകളെ കൃത്യമായി എക്സ്ക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സഭയ്ക്കകത്തൊരു ശ്രേണി ശൃംഖല നിർമ്മിക്കപ്പെടുകയാണ്. ഉയർന്നവനും താഴ്ന്നവനും എന്നുള്ള ഒരു ശ്രേണി ശൃംഖല നിർമ്മിക്കപ്പെടുകയാണ്. എന്നാൽ ബെന്തക്കോസ്റ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വാളിറ്റി ഇൻ ക്രൈസ്റ്റാണ്. ആ ക്രിസ്തുവിലുള്ള ഐക്യത അല്ലെ ക്രിസ്തുവിലുള്ള ആ ഒരു ഒരുമയാണ് ബെന്തക്കോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. എന്നാൽ സഭകളിൽ ഇങ്ങനെ ശ്രേണി ശൃംഖലകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സഭയുടെ അന്തസ്സത്തായുള്ള കാതലായിട്ടുള്ള യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന ആ ഒരു ആശയത്തെയും അനുഭവത്തെയും നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. ഒയാസിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നു. സമകാലിക ബെന്തക്കോസ്ത് സമൂഹം അനുഭവിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാസ്റ്റിസം ഇൻ ബെന്തക്കോസ്റ്റൽ ചർച്ചസ്. ബെന്തക്കോസ്ത് സഭകളിലുള്ള ജാതി വ്യവസ്ഥയുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ ഒരു വീഡിയോ. പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ജാതിയുടെ എല്ലാവിധ ഇടങ്ങളും നമുക്ക് ദർശിക്കാൻ കഴിയും. എല്ലായിടത്തും ജാതിയുണ്ട്, എല്ലായിടത്തും ആളുകൾ ജാതി പരാമർശം നടത്താറുണ്ട്. നമ്മൾ തന്നെ ഒരാളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുള്ളിൽ ആഗ്രഹിക്കുന്നത് അയാൾ ഏത് വിഭാഗത്തിലുള്ള ആളാണ് എന്നറിയാനാണ്. അല്ലെങ്കിൽ അയാളുടെ ബന്ധു ആരാണെന്ന് നമ്മൾ ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ഈ നാട്ടിൽ വന്നത്, ഈ നാട്ടിൽ എവിടെയാണ് താമസിക്കുന്നത്, നിങ്ങളുടെ ബന്ധു ആരാണ്, നിങ്ങൾക്ക് ആരുമായിട്ടാണ് ബന്ധം. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോട് ഭയങ്കര ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരാത്മാർത്ഥത ഉള്ളത് കൊണ്ടല്ല ചോദിക്കുന്നത്, നമ്മുടെ വെയറബോട്ട്സ് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ ആരാണ്, നമ്മുടെ അപ്പനാരാണ്, അമ്മയാരാണ്, നമ്മുടെ ജാതി എന്താണ്. അപ്പനെ അമ്മയൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മുടെ ജാതി എന്താണ് എന്നറിയാനുള്ള ആ ആഗ്രഹത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇത് ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ സുവിശേഷകനായിരിക്കുന്ന IPC ഇന്ത്യൻ ബെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ കഴിഞ്ഞ കുറേ കാലമായി ജാതി പരാമർശം നടത്തപ്പെടുന്നുണ്ട്. അത് ഇൻഡയറക്റ്റായിട്ട് നടത്തപ്പെടുക എന്നതിലുപരി വൺ ടു വൺ കമ്മ്യൂണിക്കേഷനിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരു ചർച്ച് ലീഡേഴ്സായിട്ടുള്ള ആളുകൾ, നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ, ആത്മീക ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ മറ്റ് സഹോദരങ്ങളെ ജാതി വിളിക്കാറുണ്ട്. ഞങ്ങളുടെ ഇടയിലുള്ള ഈ സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ചില നേതാക്കന്മാർക്ക് പ്രത്യേകമായൊരു വൈകാരിക സന്തോഷമാണ് ഈ ജാതി പേര് വിളിക്കുമ്പോൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അൽമായൻ മറ്റൊരാളെ ജാതിപ്പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ്, അല്ല അതിൽ നിന്നൊക്കെ ഉണ്ടായൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ രൂപപ്പെടുന്നത്. അപ്പം നീയൊരു പുലയനാണെന്ന് വിളിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നൊരു സന്തോഷം, അതൊരു വല്ലാത്ത സന്തോഷമാണ്. നീയൊരു പറയനാണെന്ന് വിളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ഈ ആളുകളൊക്കെ 40-50 വർഷങ്ങളായി സുവിശേഷ വേല ചെയ്യുന്നവരും സുവിശേഷ പാരമ്പര്യമുള്ളവരും സാമൂഹിക പ്രതിബദ്ധത എന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. എന്നാൽ ഇവർ തങ്ങളെ മറന്നുകൊണ്ട്, ക്രിസ്തുവിനെ മറന്നുകൊണ്ട്, സുവിശേഷത്തെ മറന്നുകൊണ്ട് പുതിയ നിയമസഭയുടെ 1-ാം നൂറ്റാണ്ടിലെ പുതിയ നിയമസഭയുടെ ഏറ്റവും ഗൗരവമുള്ള ഐക്യതയെയും സ്നേഹത്തെയും ആത്മീയ കാഴ്ചപ്പാടുകളെയൊക്കെ മറന്ന് ഇവർ പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായി തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം, ഇത്തരം വിഷയങ്ങൾ നമ്മൾ പുരയ്ക്കകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ അദൃശ്യമായ ഇടങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ദൃശ്യമായ ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിൽ
തുറന്ന് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ജാതി എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരാളെ തരം താഴ്ത്താൻ വേണ്ടി ജാതി പേരുകൾ ഉപയോഗിക്കുന്ന നികൃഷ്ടമായ നിലപാടുകളും രീതികളും നമ്മുടെ നേതാക്കന്മാർ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നില്ല, എനിക്ക് നിങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. നിങ്ങളെ ഓർത്ത് പുച്ഛിച്ചിട്ട് വലിയ കാര്യമില്ല. സഹതാപം എന്നൊറ്റ വികാരം മാത്രമാണ് എനിക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ചർച്ചിൻ്റെ പല ലീഡേഴ്സിനെയും കാണുമ്പം തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടതായിട്ടുണ്ട്. തന്നെയല്ല, നമ്മുടെ സഭയിൽ വരുന്ന ഇടയന്മാർ, അവർക്കൊക്കെ ആഹാരവും അവർക്കൊക്കെ പണവും സ്തോത്രകാഴ്ചയാവട്ടെ, ദശാംശമാകട്ടെ, അല്ലാതെ മനഃപൂർവ്വമായ ദാനങ്ങളാകട്ടെ, ഇതൊക്കെ സാധുക്കളായിട്ടുള്ള നിങ്ങൾ ഈ പേര് വിളിക്കുന്ന ആളുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. IPCയിൽ ഏകദേശം 50% ദളിത് വിഭാഗത്തു നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളുണ്ട്. അവരുടെ പണം വാങ്ങിയിട്ടില്ല എന്നാരും പറയരുത്. അവരുടെ പണം നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അവരുടെ സ്തോത്രകാഴ്ച നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അവർ കൊടുത്ത ആഹാരം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, അവർ നിങ്ങളെ സഹോദരന്മാരെ പോലെ കണ്ടിട്ടുണ്ട്, നിങ്ങളെ മാനിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ബെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു സഭയാണോ അതോ ഒരു കൾട്ടാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെ നമുക്ക് സഭയാക്കി മാറ്റാം, കൾട്ടാക്കി മാറ്റാം. നമ്മൾ വിചാരിച്ചത് ഇത് കൾട്ടാകും, നമ്മൾ വിചാരിച്ചത് എന്താകും, സഭയായിട്ടും മാറും. എന്നാൽ ബെന്തക്കോസ്ത് അനുഭവം കൃത്യമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവിനോടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. പരിശുദ്ധാത്മാവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കുറച്ച് ഗുണങ്ങൾ കൂടെയുണ്ട്. അത് ബെന്തക്കോസ്തലിസത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യമാണ്. 1 ഇൻക്ലൂസിവിറ്റിയാണ്, 2 ഈക്വാളിറ്റിയാണ്, 3 ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡാണ്. 1 ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്. അതാണ് പത്രോസ് കാണുന്നത്. എഴുന്നേറ്റ് അറുത്ത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ മലിനമായിട്ടുള്ളതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ദൈവത്തിന് പത്രോസിനോട് പറയാനുള്ള കാര്യം, ഇനി നീ കഴിക്കാൻ പോകുന്നതൊക്കെ മലിനമായിട്ടുള്ളതാണ്, നീ ജാതികളുടെ ഇടയിലേക്ക് ചെല്ലേണ്ടതായി വരും, കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പോകേണ്ടതായിട്ട് വരും, അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷകളെ നീ ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. ഇന്ന് വരെ നീ പരിചയിച്ചതും അറിഞ്ഞതിനുമൊക്കെ വിരുദ്ധമായി വ്യത്യസ്തമായ വിധത്തിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. സമൂഹത്തെ ദൈവം അങ്ങനെയാണ് പണിയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണ് സമൂഹത്തെ ദൈവം ബിൽഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് കൃത്യമായി ഈ ഒരു ബെന്തക്കോസ്തലിസം എന്ന ആശയത്തിലുണ്ട്. ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ഉൾക്കൊണ്ട് പോവുക. അതുപോലെ തന്നെ ഈക്വാളിറ്റി, സമതുല്യത, എല്ലാവരും ഒരേപോലെയുള്ള ആളുകളാണ് എന്നുള്ള ഒരു സമതുല്യതയുടെ സന്ദേശം. എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള വളരെ ഡയറക്റ്റായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണ് ബെന്തക്കോസ്ത് കൃത്യമായി പറയുന്നത്. എന്നാൽ ഇവിടെ ഇത്തരം ബെന്തക്കോസ്തിൻ്റെ മൂല്യങ്ങൾക്ക് അതിൻ്റെ മൂല്യങ്ങൾക്ക് മങ്ങലേൽപ്പിക്കും വിധത്തിലുണ്ടാവുന്ന ജാതി ചർച്ചകളെ നമ്മൾ കൃത്യമായി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ജാതി വിളികളെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ IPCയിലാണെങ്കിലും ദളിതരുടെ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ലീഡേഴ്സുണ്ട്. ഇവരിതൊന്നും സംസാരിക്കുകയില്ല. അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. ഇവരിതൊന്നും സംസാരിക്കില്ല. അവരെന്തുകൊണ്ടാണ് ഇത് സംസാരിക്കാത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവർ സഭാ കൗൺസിലുള്ള ആളുകൾ സംസാരിക്കണം. അല്ലാതെ സ്വന്തം ജനത്തെ മറന്നുള്ളൊരു യാത്ര ഒരിക്കലും ശരിയായിട്ടുള്ളൊരു യാത്രയല്ല. ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചില ആളുകളുടെ ഉള്ളിലുള്ളൊരു വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദളിത് ക്രൈസ്തവരെന്ന് വിളിക്കുന്ന ആളുകൾ ഒത്തിരി ക്വാളിറ്റി കുറഞ്ഞ ആളുകളും സിറിയൻ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്ന ആളുകൾ ഒത്തിരി ക്വാളിറ്റി കൂടിയ ആളുകളാണ് എന്നുള്ള ഒരു അബദ്ധധാരണ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ദളിത് ക്രിസ്ത്യൻസിൽ നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ ചേർക്കുമ്പോൾ ജനറൽ ക്രിസ്ത്യൻ എന്ന രീതിയിലാണ് അവർ ഇതിനെയൊക്കെ അവതരിപ്പിക്കാറുള്ളത്. പലപ്പോഴും പക്ഷെങ്കിൽ ജനറൽ ക്രിസ്ത്യൻ എന്ന് പറയുന്നതിലൂടെ ഇവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല, സാമൂഹിക ഘടനയ്ക്കൊന്നും വ്യത്യാസം വരുന്നില്ല, മറ്റുള്ള ആളുകൾ ഇവരെ കാണുന്ന രീതിക്കൊന്നും വ്യത്യാസം വരുന്നില്ല. പിന്നെ സിറിയൻ ക്രിസ്ത്യൻ ആവുക എന്ന് പറയുന്നതാണ്
ഏറ്റവും വലിയ കാര്യമെന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും അബദ്ധമായ ധാരണയാണ്. നമുക്ക് നമ്മുടെ സത്വബോധത്തിൽ നിലനിൽക്കുക, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അതിൽ നമ്മൾ നിലനിൽക്കാനായി ശ്രമിക്കുക. അപ്പോൾ എന്താണ് ബെന്തക്കോസ്തൽ സഭകളിലുള്ള ജാതീയത? അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സഭാ സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന സാമൂഹികമായ ഒറ്റപ്പെടുത്തലാണ്. സഭാ സമൂഹങ്ങളിലുണ്ടാകുന്ന സാമൂഹികമായ ഒറ്റപ്പെടുത്തലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഒരു മോണോപ്പൊളി ആഗ്രഹിച്ചുകൊണ്ട്, കുത്തക ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. കുത്തക ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് സഭയിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള റോൾസ് എല്ലാം, പ്രധാനപ്പെട്ട റോളുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. കുത്തക ആഗ്രഹിക്കുന്ന വരേണ്യ വിഭാഗമെന്ന് വിളിക്കുന്ന അവിടുത്തെ ആളുകളാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകളെ എന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു, അവർക്ക് സബോർഡിനൽ റോൾസ് കൊടുക്കുന്നു. അതിനകത്ത് സ്ത്രീകളുമുണ്ട് കേട്ടോ. ദളിത് ക്രൈസ്തവരെക്കാളും ഭീകരമായ അവസ്ഥയാണ് സ്ത്രീകളുടെ എന്ന് മനസ്സിലാക്കണം. അവർ പലപ്പോഴും വന്ന് കൈയടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു റോളുകളും നമ്മുടെ സഭകളിലില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരം സബോർഡിനേറ്റ് ആയിട്ടുള്ള റോൾസ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ദളിത് ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾ നിർവഹിക്കേണ്ടതായി വരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ കണ്ട ഒരു ഉദാഹരണം ആയതുകൊണ്ടാണ്, ഞാൻ കണ്ട ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വലിയ സഭ, ഞങ്ങളുടെ അടുത്തുള്ളൊരു സഭയാണ്. ആ സഭയ്ക്ക് സഭയുടെ പാഴ്സനേജിൻ്റെ പണി ആരംഭിക്കുന്ന സമയത്ത് അതിന് അടിസ്ഥാന കല്ലിടാൻ അവരുടെ സെൻട്രൽ പാസ്റ്റർ വന്നു. സെൻട്രൽ പാസ്റ്റർ വന്ന് നിന്നപ്പോൾ സെൻട്രൽ പാസ്റ്ററിൻ്റെ ഒരു കാര്യം മനസ്സിലായി, ഈ ഇട്ടേക്കുന്ന കുഴി കുറച്ചുകൂടെ താക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ വന്ന് അഭിപ്രായം പറയുക എന്നുള്ള ഒരു പ്രധാന കാര്യമാണല്ലോ. അപ്പോൾ ഈ കുഴി ഇത്തിരി കൂടെ താക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്, ഇത് ആരിത് ചെയ്യും, ഇവിടെ ആര് മൺവട്ടി എടുക്കും, ആര് കുഴിയെടുക്കും, ആര് ഇത് ചെയ്യും. ഞാൻ നോക്കിയപ്പോൾ ഈ വായുവിൽ നിന്ന് എന്താ പോലെ ഒരു തൂമ്പ ഈ കുഴിയിലേക്ക് എടുത്ത് വീഴുകയാണ്. വായുവിൽ നിന്നൊരു തൂമ്പ ഇങ്ങനെ വീഴുന്നു, അതിൻ്റെ പുറകെ വേറൊരു മനുഷ്യനും എടുത്ത് ചാടുകയാണ്. അപ്പോൾ അദ്ദേഹം വെള്ള ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, വെള്ളമുണ്ട് ധരിച്ചിട്ടുണ്ട്. ഈ ഒരു കുറച്ച് നേരത്തെ ഇടവേള കൊണ്ട് ഇദ്ദേഹം ഡ്രസ്സൊക്കെ, വെള്ള ഷർട്ടൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് അകത്ത് വെള്ള ബെന്നിനുണ്ട്, മുണ്ടൊക്കെ എടുത്ത് ഈ കുഴിയിലോട്ട് എടുത്ത് ചാടുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നും ചെയ്താൽ ശരിയാവത്തില്ല, നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല, തന്നെയല്ല നിങ്ങൾ ഇതൊന്നും ചെയ്താൽ ശരിയാവത്തില്ല. അദ്ദേഹം ദളിത് ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു അതിൽ നിന്ന് വന്നൊരു ദളിത് വിഭാഗത്തിൽ നിന്ന് വന്നൊരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരാൾ പറയാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എഴുതി വച്ചിരിക്കുന്ന ആ സബോർഡിനേറ്റ് റോൾ ചെയ്യാൻ അദ്ദേഹം റെഡിയാകുകയാണ്. അദ്ദേഹം ആ കുഴിയെടുക്കുക എന്നുള്ള റോൾ എനിക്കുള്ളതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിൽ എഴുതി വെച്ചേക്കുകയാണ്. ആരും പറയാതെ എടുത്തു ചാടി അദ്ദേഹം ആ ജോലി ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സോഷ്യൽ സെഗ്രിഗേഷൻ നമ്മുടെ ഇടങ്ങളിലുണ്ട്. നമ്മുടെ ജാതി ശരീരങ്ങൾ അനുഭവിക്കുന്ന സാമൂഹികമായ ഒറ്റപ്പെടുത്തലുണ്ട്. അവരുടെ ശരീരത്തെ അവരുടെ വെയറബോട്ട്സിനെ, അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ മനസ്സിലാക്കി കൃത്യമായി അവരെ ഒറ്റപ്പെടുത്തുന്ന സാമൂഹികമായ ഒറ്റപ്പെടുത്തലുണ്ട്. രണ്ടാമത്, നേതൃത്വ ഇടങ്ങളിലേക്ക് ആര് വരണം, ലീഡർഷിപ്പ് റോൾസ് ആര് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു കാര്യം. ബെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പാസ്റ്റർ പൊസിഷനൊക്കെ കൂടുതലും ഈ വരേണ്യ വിഭാഗത്തിലുള്ള ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ അധികാര ഇടങ്ങളിൽ നിന്ന്, ലോവർ കാസ്റ്റിൽ നിന്ന് വന്ന, താഴ്ന്ന ജാതിയിൽ നിന്ന് വന്ന ആളുകളെ കൃത്യമായി എക്സ്ക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സഭയ്ക്കകത്തൊരു ശ്രേണി ശൃംഖല നിർമ്മിക്കപ്പെടുകയാണ്. ഉയർന്നവനും താഴ്ന്നവനും എന്നുള്ള ഒരു ശ്രേണി ശൃംഖല നിർമ്മിക്കപ്പെടുകയാണ്. എന്നാൽ ബെന്തക്കോസ്റ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വാളിറ്റി ഇൻ ക്രൈസ്റ്റാണ്. ആ ക്രിസ്തുവിലുള്ള ഐക്യത, ക്രിസ്തുവിലുള്ള ആ ഒരു ഒരുമയാണ് ബെന്തക്കോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. എന്നാൽ സഭകളിൽ ഇങ്ങനെ ശ്രേണി ശൃംഖലകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സഭയുടെ അന്തസ്സത്തായുള്ള കാതലായിട്ടുള്ള യൂണിറ്റി ഇൻ ക്രൈസ്റ്റ് എന്ന ആ ഒരു ആശയത്തെയും അനുഭവത്തെയും നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. പലപ്പോഴും നമ്മുടെ ഐക്യം എന്ന് പറയുന്നത് കർത്തൃമേശ ഇടത്ത് മാത്രമാണ്. അപ്പം മുറിക്കുമ്പോൾ നാം എല്ലാം ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറയുന്നു. അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം
ഇത് അച്ചാനാണ്, ഇത് ബ്രദറാണ്. ബ്രദർ എന്നുള്ള വിളികൾ തന്നെ ഭയങ്കര രസമാണ്. അനിൽ ബ്രദറെ എന്നൊക്കെ വിളിക്കുമ്പം നമ്മളെന്തോ വലിയ പാപം ചെയ്തുകൊണ്ടാണ്. ആ ബ്രദറിനകത്തെല്ലാം ഉണ്ട്. ഇത് നമ്മൾ വിചാരിക്കും ഉള്ളി. പണ്ടൊക്കെ നമ്മൾ സഭാരാധനയ്ക്കൊക്കെ പണ്ട് വരുമ്പോൾ ബ്രദറെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതേതാണ്ട് ഭയങ്കര സന്തോഷത്തിൻ്റെ, വളരെ എന്താ പറയുന്നത്, നമ്മളോടുള്ള വലിയ ഇഷ്ടത്തിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഈ ബ്രദർ എന്നുള്ള വിളിക്കകത്തുള്ള ടോണൊക്കെ നമ്മളൊന്ന് ഇഴകീറി പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കി ഇത് ശരിക്കും ബ്രദർ തന്നെയാണ്. കാരണം ഇവർക്ക് ജാതി വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് ബ്രദറെന്ന് വിളിക്കുന്നു. ബ്രദർ വിളിക്കകത്ത് ഈ ജാതി എല്ലാം അന്തർലീനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്തൃമേശ അപ്പം നുറുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ പല ജാതികളാണ്. അച്ഛൻ അവിടെ ഇരിക്കുന്നു, ബ്രദർ ഇവിടെ ഇരിക്കുന്നു, സഹോദരി അവിടെ ഇരിക്കുന്നു, പിന്നെ പറ വിഭാഗത്തിൽ വന്ന അച്ഛൻ അവിടെ, പുല വിഭാഗത്തിൽ നിന്ന് അച്ഛൻ ഇവിടെ, പിന്നെ സിദ്ധനർ കുറ വിഭാഗത്തിൽ നിന്ന് അച്ഛൻ അവിടെ, വിശ്വകർമ്മ അച്ഛൻ അവിടെ ഇരിക്കുന്നു, ഈഴവ അച്ഛൻ അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ സിറിയൻ ക്രിസ്ത്യൻസ് എല്ലാം ഇവിടെ ഇരിക്കുന്നു. നമ്മളെല്ലാം കുറച്ച് നേരത്തേക്ക് നമുക്ക് ഐക്യമാണ്. ഈ കുറച്ച് നേരത്തെ ഐക്യം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് 15 മിനിറ്റുള്ള ഐക്യമാണ്. കർത്തൃമേശ തീരുമ്പം ഈ ഐക്യവും തീരും. നമ്മുടെ ഐക്യത്തിൻ്റെ ആ ഒരു വികാരം അന്നേരം നമ്മൾ വൈകാരികമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അന്തരീക്ഷമാണ് ആ ഐക്യമെന്ന് പറയുന്നത്. അപ്പോൾ സഭയ്ക്കകത്തൊരു ഹയറാർക്കിക്കൽ ഓർഡറുണ്ട്, അത്തരത്തിലുള്ളൊരു ശ്രേണി ശൃംഖലയുണ്ട്. ആ ശ്രേണി ശൃംഖല നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെ നമുക്കൊരിക്കലും സഭയെന്ന് വിളിക്കാൻ പറ്റില്ല. ഇതിനെ നമുക്കൊരു കൾട്ടെന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ബെന്തക്കോസ്തലിസം ഒരു കൾട്ടാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ കല്ലെറിയാൻ വരുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ നിങ്ങളിതിനെ കൾട്ടാക്കി മാറ്റുന്നു, അതിനെയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അതിൻ്റെ കാരണങ്ങളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതിൽ നിന്നുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി മാറ്റത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ചർച്ച് ലീഡേഴ്സ് ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് കേൾക്കുക. നിങ്ങൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ മാറ്റങ്ങളിലേക്ക് നമ്മുടെ സഭയെ കൊണ്ടുവരിക. മൂന്നാമത്തെ കാര്യം കൾച്ചറൽ ബാരിയേഴ്സാണ്. സാംസ്കാരികമായ തടസ്സങ്ങൾ, ബാരിയേഴ്സ് നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ജാതി ശരീരങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ബോഡീസ് ആർ സോഷ്യലി കൺസ്ട്രക്റ്റഡ്, സോഷ്യലി ഡിഫൈൻഡ്, സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതാണ് ശരീരമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ സാമൂഹിക സംവിധാനങ്ങളിൽ ശരീരങ്ങൾ കൃത്യമായി നിർമ്മിക്കപ്പെട്ടവയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശരീരങ്ങളിൽ നിന്ന് ഇന്ത്യൻ സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളെ കാണുമ്പോൾ തന്നെ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു കറുത്തിരിക്കുന്നൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പറയ വിഭാഗത്തിലുള്ളൊരു മനുഷ്യൻ എന്താ പറയുന്നത്, ഒരു വലിയ ഫാക്ടറിയുടെ മാനേജറായിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ഒരു ജാതിയിൽ താണ ആളുകളാണെങ്കിൽ അവരുടെ കീഴുദ്യോഗസ്ഥന്മാരൊന്നും ഇവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവത്തില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ വേണ്ടി അല്ല ഇവരുള്ളത്. അല്ല, ഇവർക്ക് നമ്മൾ ഓൾറെഡി ജോലിയൊക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല. ഇവർക്ക് തൂമ്പ എടുക്കാൻ പറ്റും, വൈക്കോല് ചുമന്ന് കൊണ്ട് പോകാൻ പറ്റും, പെയിൻ്റ് അടിക്കാൻ പോകാൻ പറ്റും, അതുപോലെ തന്നെ വയലിൽ വിത്ത് പാകാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇവർ മതി എന്നുള്ള ഒരു ധാരണ, ഒരു സാമൂഹികമായൊരു ധാരണ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അതിങ്ങനെ എഴുതപ്പെട്ടിരിക്കും. ലിഖിതമായോ കൃത്യമായി അത് ലിഖിതമാണ്, നമ്മുടെ എല്ലാം മനസ്സിലത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ബ്രാഹ്മിൻസ് ഉണ്ടെങ്കിൽ ബ്രാഹ്മിൻസ് പ്രീസ്ലി കാസ്റ്റാണ്, അവർക്ക് പുരോഹിത വൃന്ദമാണ്. അതുപോലെ ക്ഷത്രിയരുണ്ടെങ്കിൽ അവർ യുദ്ധം ചെയ്യാനുള്ള ആളുകളാണ്, അവർ വാരിയേഴ്സാണ്. അതുപോലെ വൈശ്യരുണ്ടെങ്കിൽ അവർക്ക് വ്യവസായം ചെയ്യാം, ബിസിനസ് ചെയ്യാം, അവർ മോർച്ചൻസാണ്. ശൂദ്രരുണ്ടെങ്കിൽ ബ്രാഹ്മണനെ സേവിക്കുന്ന സേവനം മാത്രമാണ് അവരുടെ ജോലി. ഇങ്ങനെ കൃത്യമായി ചാതുർവർണ്ണ്യം നിശ്ചയിച്ചിരിക്കുന്ന ജോലികളുണ്ട്, അല്ലെങ്കിൽ തൊഴിലുകളുണ്ട്. അതിന് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഇവിടുത്തെ ആളുകളെ അനുവദിക്കാത്ത വിധത്തിലുള്ള ഒരു ജാതിബോധം നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കൾച്ചറൽ ബാരിയേഴ്സുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ
ട്രഡീഷണൽ കാസ്റ്റ് ബേസ്ഡ് വാല്യൂസ് ഉണ്ട്. അത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പരമ്പരാഗതമായി നിലനിൽക്കുന്ന ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറച്ച് വാല്യൂസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അത് ആളുകളെ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യത്യസ്ത ജാതിയിലുള്ള ആളുകൾ നമ്മുടെ സഭയിൽ വരുമ്പോൾ അവരെ ഏത് സ്പേസിലിരുത്തണമെന്ന കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഉന്നത ജാതിയിലുള്ള ഒരാൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയാം, ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവനെ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കും. അവനെ എന്തായാലും കുഴപ്പമില്ല, അവനെ നമ്മൾ ചുമന്ന് കൊണ്ടുപോകും. അതിനൊരു ബുദ്ധിമുട്ടും നമ്മൾ കാണിക്കാറില്ല. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഈ കനാനയരെ കാണുമ്പോൾ, ക്നാനയ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ കാണുമ്പോൾ മറ്റുള്ള ക്രിസ്ത്യാനികൾ മുണ്ടഴിച്ചിട്ട് പറ്റുമെങ്കിൽ തൊഴുതു നിൽക്കും. എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യപരിപാടികൾ നമ്മൾ അനുവർത്തിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് പ്രസംഗിക്കുകയും ക്രിസ്തുവിൽ പലതാണ് എന്ന് നമ്മൾ നമ്മുടെ സ്വഭാവത്തിലൂടെ അറിയിക്കുകയും ചെയ്യുന്ന വളരെ നികൃഷ്ടമായ കാര്യപരിപാടികൾ നമ്മൾ നിർത്തലാക്കേണ്ടതായിട്ടുണ്ട്. അത് ബ്ലോക്ക് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജാതിബോധം ഉണ്ട്. അപ്പോൾ സഭയിൽ ഒരാൾ രക്ഷിക്കപ്പെട്ട് വരുമ്പം നമ്മൾ പറയും, ചേട്ടൻ ദോണ്ട് അവിടെ ഇരുന്നാൽ മതി, അല്ലെ ചേച്ചി ദോണ്ട് അവിടെ ഇരുന്നാൽ മതി. യേശുവിനെ പറ്റി സംസാരിക്കുന്ന ആളുകളാണ്. യേശു കുഷ്ഠരോഗമുള്ള ആളുകളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അന്ധരായിട്ടുള്ള ആളുകളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഡൾട്ടറി, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് യേശുവിനെ കണ്ടതുകൊണ്ട്, യേശുവിനോട് സംസാരിച്ചത് കൊണ്ടാണ്. യേശു പലരെയും ഉയർപ്പിച്ചിട്ടുണ്ട്, ചുങ്കക്കാരുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്, വേശ്യകളുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. യേശുവിന് ഇതൊന്നും വിഷയമല്ലായിരുന്നു. കാരണം യേശു ഭൂമിയിലേക്ക് വന്നത് നാടകം കളിക്കാനല്ല, നാട്യങ്ങൾ അവതരിപ്പിക്കാനല്ല, പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യത്വമുള്ളവനായിരിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്നുള്ള വിളി എന്ന് പറയുന്നത് ഒരു സാധാരണ വിളിയല്ല. അതൊരു വിപ്ലവത്തിൻ്റെ വിളി എന്നതിനേക്കാൾ ഉപരി മാനവികതയിലേക്കുള്ള ഒരുതരം ആഹ്വാനമാണ്. മനുഷ്യത്വത്തിൻ്റെ കൃത്യമായ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന വാക്കുകളായിട്ടാണ് ഞാൻ യേശുവിൻ്റെ അത്തരം വാക്കുകളെയൊക്കെ കാണും. അതുകൊണ്ട് തന്നെ ജാതി ബോധമുള്ളത് കൊണ്ട് തന്നെ ചർച്ചിനകത്ത് സോഷ്യൽ സ്റ്റാറ്റസ് പലർക്കും പലതാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ സഭയ്ക്കകത്തുള്ള കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ട്, അത് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. തന്നെയുമല്ല, ജാതി വ്യവസ്ഥയ്ക്കെതിരെ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ സംസാരിക്കുന്ന ആളുകളുണ്ട്, വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട്. മുമ്പത്തെ പോലൊന്നും അല്ല. ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യൻ്റെ മുൻപിലും നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിലും മനുഷ്യരുടെ ഇടയിലുമൊക്കെ നമ്മൾ ഒന്നാണെന്നുള്ള ബോഡി ഓഫ് ക്രിസ്തുവിൻ്റെ ശരീരമെന്ന വലിയ സൂചന. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തുവാണ് തല, യു ആർ ദ ബോഡി. ഈ ബോഡിക്കകത്ത് ആരൊക്കെ ഉണ്ട്, ഈ ബോഡിക്കകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, വീട്ടിൽ പോയി തീരുമാനിച്ചാൽ മതി. ഇപ്പം പൗലോസ് പറയുമ്പോൾ യഹൂദന്മാർ വന്ന് പറയുക, ഞങ്ങൾ തീരുമാനിക്കും ഇതിനകത്തൊക്കെ ആരൊക്കെ വരണം, ഞങ്ങൾ തീരുമാനിക്കും ആര് കൈയടിക്കണം, ഞങ്ങൾ തീരുമാനിക്കും ആര് പ്രസംഗിക്കണം, ഞങ്ങൾ തീരുമാനിക്കും ആര് പാട്ട് പാടണം എന്നും പറഞ്ഞ് യഹൂദന്മാർ വന്നിരിക്കുകയെന്നിരിക്കട്ടെ. അന്നുണ്ട് ഈ യേശുവിൻ്റെ രക്തത്തിലൂടെ സഭയുടെ ഭാഗമായി ആളുകൾ മാറുന്നു. ന്യായപ്രമാണം എന്ന ശത്രുത്വം എടുത്തു മാറ്റുന്നു. ന്യായപ്രമാണം എന്ന ശത്രുത്വത്തെ കാൽവരി ക്രൂശിൽ എടുത്തു മാറ്റിയതിന് ശേഷവും ഈ ന്യായപ്രമാണം പൊക്കിക്കൊണ്ട് വന്ന ആളുകൾ അന്നുണ്ട്. ഈ മനുസ്മൃതി ഇന്ന് പൊക്കിക്കൊണ്ട് വരുന്ന ആളുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ചാതുർവർണ്ണയത്തെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പൗലോസ് പറഞ്ഞാൽ അതിൻ്റെ മേളിലൊരുത്തനും പറയാനില്ല. മേളിലൊരുത്തൻ പറയാൻ ചെന്നാൽ അവൻ അവിടെ വിലയില്ല. ഒരു യഹൂദനായിരിക്കെ, പരീശനായിരിക്കെ, ബെന്യാമീൻ ഗോത്രക്കാരനായിരിക്കെ, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലൊക്കെ കൃത്യമായി പഠിച്ച ക്രൈസ്തവ ദർശനങ്ങളുടെ ഒരു വലിയ സാധ്യതയുള്ള മനുഷ്യനാണ് പൗലോസ്. അദ്ദേഹത്തിന് മുമ്പിൽ ഇവരാരും സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ എന്ന് അവകാശപ്പെടുന്ന എൻ്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ മാർഗദർശികളാവേണ്ടത്. നിങ്ങളാരും പൗലോസിനേക്കാളും വലിയവരൊന്നുമല്ല, പത്രോസിനേക്കാളും വലിയവരല്ല. നിങ്ങളാണ് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങളാണ് ഈ പ്രശ്നത്തിനെതിരെ കൈ ചൂണ്ടേണ്ടത്. നിങ്ങളല്ലാതെ ഇത്തരം ജാതി വ്യവസ്ഥയെ കൃത്യമായി പിന്തുടർന്നുകൊണ്ട് അതിൽ
അതിനെ നിങ്ങൾ എന്താ പറയുന്നത്, കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണം, വാണിജ്യവൽക്കരിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. അത് ശരിയായിട്ടുള്ള രീതിയല്ല. അതുപോലെ തന്നെ അതിനെതിരെ നമ്മൾ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ ഒരു റെസിസ്റ്റൻസ് ഇപ്പം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതിനി കൂടത്തേ ഉള്ളൂ. ഇനി നിങ്ങൾ ആളുകളെ ജാതി വിളിക്കുമ്പം സൂക്ഷിച്ചും കണ്ടും വിളിക്കുക. കാരണം ഇതിൻ്റെ അടുത്തൊരു തലത്തിൽ, അടുത്ത മണ്ഡലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു തലത്തിലേക്ക് ഇത് പോകും. അടുത്തൊരു തലത്തിലേക്ക് പോകുമ്പം ഇത് 3 പേരിപ്പം ജാതി വിളിച്ചിട്ടുണ്ട്. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നു. ഒരാളിവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്, മറ്റേ ആൾ മറ്റേ ഈ ഭാഗത്തുള്ളതാണ്, വേറൊരാൾ അങ്ങ് കോട്ടയം ഭാഗത്തുള്ളതാണ്. 3 പേരും വിളിച്ച് 3 പേരെയും കൃത്യമായിട്ട് ആളുകൾക്കറിയാം. പിന്നെ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇനി അടുത്ത വിളിക്ക് എങ്ങനെ ആളുകൾ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആളുകളൊന്നും മണ്ടന്മാരല്ല, എല്ലാവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്, അന്തസ്സുള്ളവരാണ്, ആഭിജാത്യമുള്ളവരാണ്. ആളുകളുടെ ജാതിയെയും ശരീരങ്ങളെയും തൊട്ട് കളിക്കാതിരിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമ്മൾ ബന്ധക്കോസ്തുകാരെന്ന നിലയിൽ നമ്മൾ ഒഫീഷ്യലി ഔദ്യോഗികമായി നമ്മൾ യൂണിറ്റിയെ പറ്റിയും ഈക്വാളിറ്റിയെ പറ്റിയും സമതുല്യതയെ പറ്റിയൊക്കെ സംസാരിക്കുമെങ്കിലും നമ്മുടെ ഇടയിലുള്ള കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ നമ്മളീ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന, വിള്ളലേൽപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ സഭയിൽ നിന്ന്, IPC സഭയിൽ നിന്ന് പ്രധാനമായിട്ട്, മറ്റ് സഭകളെപ്പറ്റി ഞാൻ പറയുന്നില്ല, ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കുന്ന, എനിക്കിപ്പോൾ ഇവാഞ്ചലിസ്റ്റ് കാർഡ് 2-3 വർഷം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കുന്ന എൻ്റെ സഭയിലെ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ക്രിസ്തുവിലൊന്ന് നാം എന്ന് നാം പറയുമ്പോൾ നമ്മളെ പലതാക്കുന്ന, വിഭാഗിക്കുന്ന, മുറിച്ചു മാറ്റുന്ന ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും ജാതീയ പരാമർശങ്ങളും ജാതിപ്പേരുകളും നിങ്ങൾ നിർത്തുക. നമുക്ക് ആളുകൾ നിങ്ങളോട് നാണമില്ലേ എന്ന് ചോദിക്കും, നിങ്ങളുടെ മുഖത്ത് നോക്കി ഇനി വന്ന് ചോദിക്കും. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നമ്മുടെ സഭയുടെ ഭാഗമായിട്ട് മാറുക. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. എത്ര വലിയ നേതാവാണെങ്കിലും കർത്താവിൻ്റെ വരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അതിലെടുക്കപ്പെടണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ കേൾക്കുക, ഇതിൻ്റെ അന്തസത്ത, ഇതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കുക. ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.